ഈജിപ്ത് എന്ന രാജ്യം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയതിൽ വലിയ പങ്കുള്ള വനിതയാണ് സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തുൽ മിസ്രിയ എന്നവരുടെ ദർഗയിലേക്കാണ് ഞാൻ നടക്കുന്നത്. ഈജിപ്തിലെ കൈറോയിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്, അഥവാ പുരാതന മിസ്ർ. ഹിജ്റ 145 മക്കയിൽ പ്രവാചക കുടുംബത്തിൽ ജനിച്ച നഫീസത്തുൽ മിസ്രിയ ഈജിപ്തിലെത്തിയത് വലിയ കഥയാണ്. മക്കയിലെ അറിയപ്പെട്ട പണ്ഡിതനും ജ്ഞാനിയുമായിരുന്ന ഹസനുൽ അൻവറിന് 10 ആൺമക്കളുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി വേണമെന്ന അതിയായ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ. കൈറോയിലെ വലിയ തിരക്കുള്ള ഒരു ദർഗയാണ് ഇത്. ദർഗയോട് ചേർന്ന് മഹദിയുടെ പേരിലുള്ള പള്ളിയും കാണാം. ഈ ദർഗയുടെ പരിസരത്ത് ഒരുപാട് മഹാന്മാരുടെയും മഹദികളുടെയും ഖബറുകളുണ്ട്. 5 വയസ്സ് വരെ മക്കയിൽ ജീവിച്ചു. പിതാവ് മദീനയിലേക്ക് സ്ഥിരതാമസമാക്കിയപ്പോൾ ദീർഘകാലം മദീനയിൽ താമസിച്ചു. മദീന ജീവിതമായിരുന്നു മഹദിയുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവ്. 8 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി. ധാരാളം ഹദീസുകളും പഠിച്ചു. ഹിജ്റ 161 റജബ് മാസം ആദ്യ വെള്ളിയാഴ്ച പ്രവാചക കുടുംബത്തിലെ പണ്ഡിതനായ ഇസ്ഹാഖുമായി വിവാഹിതനായി. ഒരാണും ഒരു പെണ്ണുമായി 2 മക്കളുമൊത്ത് സന്തോഷമായ ജീവിതം. ഒരുപാട് കാലം മക്കയിൽ ജീവിച്ചു. പകൽ മുഴുവൻ നോമ്പുനോറ്റ് രാത്രി സുന്നത്ത് നിസ്കാരവുമായി ഒരുപാട് കാലം കഴിച്ചുകൂട്ടി. ഖുർആൻ പാരായണവും ഒഴിച്ചു നിർത്തിയില്ല. ഇടയ്ക്കിടയ്ക്ക് മദീന സന്ദർശനം. ഇബ്രാഹിം നബിയുടെ ദർഗ സന്ദർശിച്ച് മദീനയിൽ മടങ്ങിയെത്തിയ മഹദി 30 വർഷം മദീനയിൽ ജീവിച്ചു. ആ കാലയളവിൽ 30 തവണ ഹജ്ജ് ചെയ്തു. 30ഉം കാൽനടയായിട്ട് തന്നെ. പ്രായം 48നോടടുത്ത കാലത്താണ് ഹിജ്റ 193 റമദാൻ 26 ഈജിപ്തിലെത്തുന്നത്. വിയോഗം വരെ 15 വർഷം ഈജിപ്തിലായിരുന്നു. അവരുടെ അരികിൽ അറിവ് നേടാൻ നിരവധി പണ്ഡിതന്മാരെത്തി. കൂട്ടത്തിൽ ഷാഫി ഇമാമും വന്നിരുന്നു. നഫീസ ബീവി എത്തി 5 വർഷത്തിനു ശേഷമാണ് ഷാഫി ഇമാം ഈജിപ്തിലെത്തുന്നത്. ഹിജ്റ 208 റമദാനിൽ വിട പറഞ്ഞ മഹദിയെ സ്വന്തമായി നിർമ്മിച്ച ഖബറിൽ തന്നെയാണ് മറവ് ചെയ്തത്.